ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പഴംപൊരിയാണ്. നമ്മുടെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന പഴംപൊരിയുടെ അതേ ടേസ്റ്റിലാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പഴംപൊരിയാണ്. അത് നമുക്ക് ഹോട്ടലിലും ചായക്കടയിലും ഒക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള പഴംപൊരി. അതിനിവിടെ ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് അരിപ്പൊടി അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പഞ്ചസാര, അത് അവരവരുടെ മധുരത്തിന് ചേർക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും. ഒരല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന അതേ രീതിക്ക് കിട്ടണമെങ്കിൽ ഒരു ചെറിയ ഒരു സംഭവം കൂടെ, ഈ കുറച്ച് സോഡാപ്പൊടി, വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് കട്ടിയാകരുത്. ആ രീതിയിൽ നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാനിവിടെ കുഴച്ചെടുത്തത് മാവ്. ഒരുപാട് ലൂസല്ല, ഒരുപാട് തിക്കുമല്ല എന്നുള്ള ആ കട്ടിയിലാണ് മാവ് കുഴച്ചെടുത്തത്. പഴം ഇങ്ങനെ നീളത്തിലാണ് അരിഞ്ഞെടുത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഈ പകുതിയാക്കി പിന്നെ അതിനെ സ്ലൈസ് ചെയ്താലും മതി. അത് അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ നമുക്ക് ചായക്കടകളിലും ഹോട്ടലിലും ഒക്കെ കിട്ടുന്നത് ഇങ്ങനെ നീളത്തിലുള്ള പഴംപൊരിയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ നീളത്തിൽ എടുത്തു. നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൽ നമുക്ക് വെച്ച് കൊടുക്കാം. എണ്ണ കുറച്ച് അബ്സോർബ് ആകാൻ വേണ്ടി.